പ്രതിസന്ധികളുടെ നീർച്ചുഴിയിൽപ്പെട്ട് നട്ടം തിരിയുന്നവനാണോ നീ? പാപഭാരത്താൽ നിന്റെ മനസ്സ് തളർന്നിരിക്കുകയാണോ? വരൂ, യേശുക്രിസ്തുവിൻ്റെ തിരുവചനത്തിലേക്ക്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ മാത്രം പ്രസംഗിക്കുന്ന ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിൻ്റെ രാജ്യാന്തര സുവിശേഷ മഹായോഗം ഡിസംബർ 27 മുതൽ 31 വരെ കോലഞ്ചേരി ഞാറ്റുംകാലായിൽ ഹിൽ ടോപ്പിൽ വച്ച് നടത്തപ്പെടുമ്പോൾ പ്രത്യാശ നൽകുന്ന ക്രിസ്തുവിൻ്റെ അദൃശ്യകരങ്ങൾ നിന്നെ സ്പർശിക്കട്ടെ. വീണുപോയാൽ നിങ്ങൾ എഴുന്നേൽപ്പിക്കുന്ന കരം. വീണുപോയോ? പേടിക്കണ്ട, അടുത്ത് താങ്ങാൻ യേശുവുണ്ട്. ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിലെ കർത്തൃ ശുശ്രൂഷകർ വിവിധ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നു. ഇപ്പോൾ ദൈവസന്നിധിയിൽ വിശ്രമിക്കുന്ന യശശരീരനായ പ്രൊഫസർ MY യോഹന്നാൻ സാർ ചെയ്ത അനശ്വരമായ വചന ശുശ്രൂഷകളും നിങ്ങൾക്ക് ശ്രവിക്കാം. സഭയുടെയും സമുദായത്തിൻ്റെയും അതിർവരമ്പുകൾക്കതീതമായി നിങ്ങളെ സ്നേഹിക്കുന്ന യേശുവിൻ്റെ വചനത്തിലേക്ക്, ഈ വചനവേദിയിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു.
ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ഒന്നും യാദൃച്ഛികമല്ല, ഒന്നും സ്വാഭാവികമായി വന്നു ചേരുന്നതല്ല. ഈ പ്രകൃതിയിൽ നമുക്ക് സൂര്യൻ്റെ പ്രകാശം കിട്ടുന്നുണ്ട്. ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് സൂര്യപ്രകാശത്തിന് 12,000 ഡിഗ്രി ചൂടുണ്ടെന്നാണ്. സൂര്യന് 12,000 ഡിഗ്രി ചൂട്. ഈ ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരം 9.3 crores മൈൽസ്, 9.3 കോടി മൈലാണ്. 12,000 ഡിഗ്രി ചൂടുള്ള ആ സൂര്യൻ്റെ ചൂട് അതൊരു 50 ഡിഗ്രി കൂടിയാൽ നമ്മൾ ഈ ഭൂമിയിൽ ആരും ജീവനോടിരിക്കില്ല. 50 ഡിഗ്രി കുറഞ്ഞാൽ ഈ ഭൂമിയിൽ നമ്മളാരും ജീവനോടിരിക്കില്ല, നാം തണുത്തുറഞ്ഞു പോകും. ഈ 9.3 crores, 9.3 കോടി, 9.25 കോടിയിലധികം മൈൽ എന്നുള്ളത് ആ ദൂരം കുറച്ച് കുറഞ്ഞാൽ അല്ലെങ്കിൽ കുറച്ച് കൂടിയാൽ നമുക്ക് ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കാൻ സാധ്യമല്ല. ഒന്നും യാദൃച്ഛികമല്ല. സൂര്യൻ്റെ ചൂട് യാദൃച്ഛികമല്ല. നാം ഒരു വർഷം 365 പ്രാവശ്യം സൂര്യനെ ചുറ്റുന്നുണ്ട്. 365 പ്രാവശ്യം. അത് ഈ 365 പ്രാവശ്യം എന്നുള്ളത് ആ റൊട്ടേറ്റ് ചെയ്യുന്ന, ആ ഭ്രമണം ചെയ്യുന്ന ആ കാലയളവ് അത് ഒരു 10 കുറഞ്ഞു വിചാരിക്കുക, 36 പ്രാവശ്യം വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ, അങ്ങനെ വ്യത്യാസമാണ് സംഭവിക്കുന്നതെങ്കിൽ ഇപ്പോൾ 24 മണിക്കൂർ ഒരു ദിവസം എന്നുള്ളത് 240 മണിക്കൂറാകും. ഒരു 120 മണിക്കൂർ പകലും 120 മണിക്കൂർ രാത്രിയും. അങ്ങനെയാണെങ്കിൽ നമുക്കാർക്കും ചിന്തിക്കാൻ വയ്യ. രാത്രിയിലെ തണുപ്പും പകലത്തെ ചൂടും വഹിക്കാൻ വയ്യാത്തതായിരിക്കും. ഒന്നും യാദൃച്ഛികമല്ല. ഈ ഭൂമിയിൽ നാം ജീവിക്കുന്ന ഈ അന്തരീക്ഷത്തിൽ 21% ഭാഗം ഓക്സിജനാണ്, പ്രാണവായുവാണ്. ഈ ഓക്സിജൻ 21% ഓക്സിജൻ എന്നുള്ളത് അത് കുറച്ച് കുറഞ്ഞാൽ നമുക്ക് പ്രാണവായു ഇല്ലാതെ നാം മരിച്ചു പോകേണ്ടി വരും, ജീവിക്കാൻ പറ്റില്ല. കുറച്ച് കൂടിയാൽ നാം ഒരു തീപ്പെട്ടി വരച്ചാൽ മതി, നമ്മളെല്ലാം പൊള്ളി അഴുകിപ്പോവും. പ്രിയപ്പെട്ടവരെ, ഒന്നും യാദൃശ്യമല്ല. ഒരു കൊടുങ്കാറ്റ് തോന്നുന്ന യാദൃശ്യമല്ല, ഒരാവണക്ക് മുളയ്ക്കുന്ന യാദൃശ്യമല്ല, ഒരു പുഴു എഴഞ്ഞു നടക്കുന്ന യാദൃശ്യമല്ല, ഒരു കിഴക്കൻ കാറ്റ് വീശുന്ന യാദൃശ്യമല്ല. പ്രിയപ്പെട്ടവരെ, ഒന്നും യാദൃശ്യമല്ല. എല്ലാറ്റിൻ്റെയും പിന്നിൽ ദൈവത്തിൻ്റെ കരവിരുത് നമുക്ക് കാണാൻ കഴിയും. എന്താണ് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? യോനാ പ്രവാചകൻ്റെ പുസ്തകത്തിലെ ഓരോ കാര്യത്തിലും ദൈവത്തിൻ്റെ അത്ഭുതകരമായ കരത്തിൻ്റെ വ്യാപാരമുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നാം ആരും അറിഞ്ഞില്ല നാം അമ്മയുടെ ഗർഭത്തിൽ ഉരുവായത്, അറിയില്ലല്ലോ. നാം ആരും അറിഞ്ഞില്ല സ്വർഗത്തിലെ ദൈവം അതിനു മുൻപേ നമ്മെ അറിഞ്ഞു എന്ന്. നാം ആരും മനസ്സിലാക്കിയില്ല സ്വർഗത്തിലെ ദൈവം അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഇരിക്കുമ്പോൾ തന്നെ നമ്മെ പേർ ചൊല്ലി വിളിച്ചു എന്ന്. നാം ആരും അറിഞ്ഞില്ല സ്വർഗത്തിലെ ദൈവം നാം അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുൻപ് തന്നെ നമ്മെ തൻ്റെ പ്രവാചകനായി നിയമിച്ചു എന്ന്. നിസ്സാരമല്ലിത്. നമുക്ക് ചില വാക്യങ്ങൾ വായിക്കാം. ഒന്നും യാദൃച്ഛികമല്ല. ദൈവം നമ്മെ കണ്ടിരിക്കുന്നു, ദൈവം നമ്മെ അറിഞ്ഞിരിക്കുന്നു, ദൈവം നമ്മെ സ്നേഹിക്കുന്നു. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 4-5 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ആദ്യം, യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, യിരെമ്യാവേ, നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. ജാതികൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയമിച്ചിരിക്കുന്നു. ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. നിന്റെ നിയമനം കഴിഞ്ഞു എന്ന് ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ നിന്നെ അപ്പോയിൻ്റ് ചെയ്തു. പ്രവാചകനായ യിരെമ്യാവോട് ദൈവം പറയുകയാണ്, നിന്നെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നീ ഉരുവാകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു.
ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു. മാത്രമല്ല, ഗർഭപാത്രത്തിൽ നിന്ന് നീ പുറത്തു വരുന്നതിന് മുൻപ് ഞാൻ നിന്നെ അപ്പോയിൻ്റ് ചെയ്തു. ജാതികൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ അപ്പോയിൻ്റ് ചെയ്തു. ജാതികൾക്ക് പ്രവാചകനായി നിന്നെ നിയമിച്ചിരിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 44 അധ്യായം 1-2 വാക്യങ്ങൾ. ഇപ്പോഴോ എൻ്റെ ദാസനായ യാക്കോബേ, ഇപ്പോഴോ എൻ്റെ ദാസനായ യാക്കോബേ, ഞാൻ തിരഞ്ഞെടുത്ത ഇസ്രായേലേ കേൾക്ക. നിന്നെ ഉരുവാക്കിയവനും നിന്നെ ഉരുവാക്കിയവനും ഗർഭത്തിൽ നിന്നെ നിർമ്മിച്ചവനും ഗർഭത്തിൽ നിന്നെ നിർമ്മിച്ചവനും നിന്നെ സഹായിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. നിന്നെ ഉരുവാക്കിയവനും ഗർഭത്തിൽ നിന്നെ നിർമ്മിച്ചവനും നിന്നെ സഹായിച്ചവനുമായ യഹോവ ഇപ്രകാരം ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 46 അധ്യായം 3 വാക്യം വായിക്കാം. ഗർഭം മുതൽ വഹിക്കപ്പെട്ടവരും ഗർഭം മുതൽ ഞാൻ നിന്നെ വഹിച്ചു കൊണ്ടുവരികയാണ്, ഞാൻ നിന്നെ ചുമന്നുകൊണ്ടുവരികയാണ്. ഗർഭം മുതൽ വഹിക്കപ്പെട്ടവരും ഉദരം മുതൽ ചുമക്കപ്പെട്ടവരുമായി ഉദരം മുതൽ ഞാൻ നിന്നെ ചുമന്നുകൊണ്ടുവരികയാണ്. ആ ഉദരം മുതൽ ചുമക്കപ്പെട്ടവരുമായി യാക്കോബ് ഗൃഹവും യാക്കോബ് ഗ്രഹവും ഇസ്രായേൽ ഗൃഹത്തിൽ ശേഷിച്ചിരിക്കുന്ന എല്ലാവരുമായുള്ളവരെ എൻ്റെ വാക്ക് കേൾപ്പീൻ. ഇസ്രായേൽ ഗ്രഹത്തിൽ ശേഷിച്ചിരിക്കുന്ന എല്ലാവരുമായുള്ളവരെ എൻ്റെ വാക്ക് കേൾപ്പിൻ. നിങ്ങളെ ഞാൻ ഗർഭം മുതൽ വഹിച്ചിരിക്കുകയാണ്, അമ്മയുടെ ഉദരം മുതൽ നിങ്ങളെ ചുമന്നിരിക്കുകയാണ്. നിങ്ങൾ എൻ്റെ വാക്ക് കേൾപ്പീൻ. 39-1-5 വാക്യങ്ങൾ വായിക്കാം. ദ്വീപുകളെ എൻ്റെ വാക്ക് കേൾപ്പീൻ. എൻ്റെ വാക്ക് കേൾപ്പീൻ. ദൂരത്തുള്ള വംശങ്ങളെ ശ്രദ്ധിപ്പീൻ. ദൂരത്തുള്ള വംശങ്ങളെ ശ്രദ്ധിപ്പീൻ. യഹോവ എന്നെ ഗർഭം മുതൽ വിളിച്ചു. യഹോവ എന്നെ ഗർഭം മുതൽ വിളിച്ചു. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഇരിക്കയിൽ തന്നെ എൻ്റെ പേര് പ്രസ്താവിച്ചിരിക്കുന്നു. അമ്മയുടെ ഉദരത്തിൽ ഇരിക്കയിൽ തന്നെ എൻ്റെ പേര് പ്രസ്താവിച്ചിരിക്കുന്നു. അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഇരിക്കയിൽ തന്നെ എൻ്റെ പേര് പ്രസ്താവിച്ചിരിക്കുന്നു. മാത്രമല്ല, ദൈവത്തിന് സ്തോത്രം. 5 വാക്യം. ഇപ്പോഴോ യാക്കോബിനെ തൻ്റെ അടുക്കൽ തിരിച്ചു വരുത്തുവാനും ഇസ്രായേലിനെ തനിക്ക് വേണ്ടി ശേഖരിപ്പാനും എന്നെ ഗർഭത്തിൽ തൻ്റെ ദാസനായി നിർമ്മിച്ചിട്ടുള്ള യഹോവ അരുളി ചെയ്യുന്നു. എന്നെ ഗർഭത്തിൽ തൻ്റെ ദാസനായി നിർമ്മിച്ചിട്ടുള്ള യഹോവ അരുളി ചെയ്യുന്നു. എന്തിനു വേണ്ടി? യാക്കോബിനെ തൻ്റെ അടുക്കൽ തിരിച്ചു വരുത്തുവാനും ഇസ്രായേലിനെ തനിക്ക് വേണ്ടി ശേഖരിപ്പാനും എന്നെ ഗർഭത്തിൽ തൻ്റെ ദാസനായി നിർമ്മിച്ചിട്ടുള്ള യഹോവ അരുളി ചെയ്യുന്നു. ഗർഭത്തിൽ വെച്ച് തന്നെ എന്നെ ദൈവം തൻ്റെ ദാസനായി നിയമിച്ചു. ദൈവം ഞാൻ ഗർഭത്തിൽ ഉരുവായപ്പോൾ തന്നെ എന്നെ ദൈവം ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയാണ് നിർമ്മിച്ചത്, എന്നെ ഉരുവാക്കിയത്. എന്തിന്? യാക്കോബിനെ തിരിച്ചു വരുത്തുവാൻ, യാക്കോബിനെ ദൈവത്തിനടുക്കിലേക്ക് തിരിച്ചു വരുത്തുവാൻ, ഇസ്രായേലിനെ തനിക്ക് വേണ്ടി ശേഖരിക്കാൻ, ദൈവജനത്തിന് വേണ്ടി, ദൈവജനത്തിനിടയിൽ വേല ചെയ്യുവാൻ വേണ്ടി നിയമിച്ചിരിക്കുന്നു. സഹോദരങ്ങളെ, ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ദൈവം കണ്ടവരാണ്, ദൈവം അറിഞ്ഞവരാണ്. നിങ്ങൾ പറയും എനിക്ക് ആരുമില്ല എന്ന്. എൻ്റെ അപ്പൻ മരിച്ചു പോയല്ലോ എന്ന് പറയും, എൻ്റെ ഭർത്താവ് മരിച്ചു പോയല്ലോ എന്ന് പറയും, എൻ്റെ മോൻ എന്നെ വിട്ടുപോയല്ലോ എന്ന് പറയും, എൻ്റെ ഭാര്യ എന്നെ ഉപേക്ഷിച്ച് പോയല്ലോ എന്ന് പറയും, അയ്യോ എനിക്ക് ആരുമില്ലല്ലോ എന്ന് പറയും, ഞാൻ കടത്തിൽ മുങ്ങി വലയുന്നല്ലോ എന്ന് പറയും, എനിക്കെന്നും രോഗവും അവലാധിയുമാണല്ലോ എന്ന് പറയും, എന്നെ സഹായിപ്പാനും താങ്ങാനും എനിക്ക് ആരുമില്ലല്ലോ എന്ന് പറയും. നിങ്ങൾ പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് വിഷമിച്ച് കലങ്ങി കഴിയുന്നവരാണ്. എന്നാൽ നിങ്ങൾ പറയട്ടെ, നിങ്ങളെ ദൈവം കണ്ടിരിക്കുന്നു, സ്വർഗത്തിലെ ദൈവം നിങ്ങളെ അറിഞ്ഞിരിക്കുന്നു. വെറുതെ ആശ്വസിപ്പിക്കാൻ പറയുകയല്ല, ദൈവത്തിൻ്റെ വചനമാണത്. ദൈവം നിങ്ങളെ നിയമിച്ചിരിക്കുന്നു, ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നു, ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇസ്രായേലിനെ ശേഖരിപ്പാൻ നിങ്ങളെ ദൈവം നിർമ്മിച്ചിരിക്കുന്നു. യാക്കോബിനെ തിരിച്ചു വരുത്തുവാൻ ദൈവം നിങ്ങളെ നിയമിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ വേല നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. നിങ്ങൾ വിളിക്കപ്പെട്ടവരാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായിക്കൂടി വ്യാപരിക്കുന്നുവെന്ന് നാം അറിയുന്നു. യോനാ പ്രവാചകന് ദൈവത്തിൻ്റെ വിളി ലഭിച്ചു. ദൈവം യോനായ്ക്ക് അരുളപ്പാട് കൊടുത്തു. ദൈവത്തിൻ്റെ വിളി ലഭിക്കുക അതെന്തോ ഒരു ഭാഗ്യമാണത്. ദൈവത്തിൻ്റെ വചനം പറയാനുള്ള വിളി, ദൈവത്തിൻ്റെ വേല ചെയ്യാനുള്ള വിളി, ദൈവത്തിൻ്റെ പദവിയുറ്റ ഔദ്യോഗിക ശ്രേഷ്ഠത, അതാണ് യോനായ്ക്ക് ലഭിച്ചത്. വലിയൊരു പദവിയാണ് യോനായ്ക്ക് ലഭിച്ചത്. യോനായോട് ദൈവം പറഞ്ഞു, നീ പുറപ്പെടുക, നീ നിനവയിലേക്ക് പോകുക, മഹാനഗരമായി നിനവയിലേക്ക് പോകുക. അന്നത്തെ അസീറിയൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായി നിനവേ, ആ പ്രസിദ്ധ പട്ടണമായി നിനവയിലേക്ക് നീ പോകുക. അവിടെ നീ ചെന്നിട്ട് നീ ഒരു കാര്യം ചെയ്യണം. അവിടെയുള്ള ജനത്തോട് നീ അവർക്ക് വിരോധമായി പ്രസംഗിക്കണം. ഞാൻ നിനക്ക് വചനം തന്നുകൊള്ളാം. ഞാൻ പറയുന്ന വചനം അവരോട് പറയണം. ആ ദേശത്തിന് വിരോധമായി, ആ പട്ടണത്തിന് വിരോധമായി നീ പ്രസംഗിക്കണം. പട്ടണത്തിന് വിരോധമായി എന്ന് പറഞ്ഞാൽ പട്ടണത്തിലുള്ള ജനത്തിന് വിരോധമായി നീ പ്രസംഗിക്കണം. ദൈവത്തിന് സ്തോത്രം. യോന പുറപ്പെട്ടു. ദൈവത്തിന് വിളി കിട്ടി. യോന പുറപ്പെട്ടു. യോന പുറപ്പെട്ടെങ്കിലും അപ്പോഴാണ് യോന പലതും ചിന്തിക്കുന്നത്. യോന പോകുമ്പോൾ, യോന വീട്ടിൽ നിന്ന് പുറപ്പെട്ട്
കടൽ തീരത്തേക്ക് കപ്പൽ കയറി പോകുന്നതിന്, നിനവയിലേക്ക് പോകുന്ന കപ്പൽ കയറുന്നതിന് പുറപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ യോന ചിന്തിച്ചു. എന്താണ് ചിന്തിക്കുന്നത്? ഞാൻ ചെന്ന് പറയുമ്പോൾ ജനം അനുദപിക്കും, ജനം മാനസാന്തരപ്പെടും, അപ്പോൾ ജനം ശിക്ഷിക്കുമെന്ന് ഞാൻ പറഞ്ഞത് നിറവേറുകയില്ല. നിങ്ങൾ ഉന്മൂലമാകുമെന്ന് ഞാൻ പ്രസംഗിച്ചിട്ട് അത് നടക്കാതെ പോകും, എൻ്റെ വില പോകുമല്ലോ. യോന തുറമുഖത്തെത്തിയിട്ട് നിനവയിലേക്കുള്ള കപ്പൽ കിടക്കുന്നുണ്ട്, തർശീസിലേക്ക് പോകുന്ന കപ്പൽ കിടക്കുന്നുണ്ട്. യോന തർശീസിലേക്കുള്ള കപ്പലിൽ കയറി. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അനേകർ പുറപ്പെട്ടവരാണ്, പക്ഷേ ഇന്ന് ശരിയായ ദിശയിലേക്കല്ല നിങ്ങൾ പോകുന്നത്. ക്ഷമിക്കണം, നിങ്ങൾ പ്രയാസം തോന്നരുത്. നിങ്ങൾ പുറപ്പെട്ടവരാണ്, പക്ഷേ നിങ്ങൾ ദൈവത്തിൻ്റെ ആലോചനയ്ക്കും ദൈവത്തിൻ്റെ വചനത്തിനും വിരുദ്ധമായ ദിശയിലൂടെയാണെന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു മഹത്വമേറിയ കാര്യപരിപാടിയുണ്ട്. ദൈവത്തിൻ്റെ നിയതമായ ഒരു പദ്ധതിയുണ്ട്. ദൈവത്തിന് വ്യക്തമായൊരു പ്ലാനുണ്ട് നിങ്ങളെക്കുറിച്ച്. ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ളതായ ആ സ്വർഗീയമായ ബ്ലൂ പ്രിൻറ്റ്, ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ളതായ സ്വർഗത്തിൻ്റെ പദ്ധതി, സ്വർഗത്തിൻ്റെ സ്കീം, അത് നിറവേറുന്നതിന് തടസ്സമായി നിങ്ങൾ സ്വയത്തിൻ്റെ ചില പാതകൾ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. സ്വയബുദ്ധിയിൽ ആലോചിച്ച് നിങ്ങൾ ഇന്ന് നേരെ വിരുദ്ധ ദിശയിലേക്ക് യാത്ര ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് വിരുദ്ധമായി നിങ്ങൾ യാത്ര ചെയ്യുകയാണ്. എന്നാൽ സ്വർഗത്തിലെ ദൈവം സ്നേഹമാണല്ലോ. സ്നേഹമായ ദൈവം ആ കടലിൽ ഒരു കൊടുങ്കാറ്റടിപ്പിച്ചു. വലിയ ഓളമുണ്ടായി, തിരമാലകൾ തെറുത്തുയർന്നു, കപ്പൽ ആടി ഉലഞ്ഞു, കപ്പൽ മുങ്ങുമെന്നുള്ള സ്ഥിതിയായി. കപ്പലിലെ യാത്രക്കാരുടെ ചരക്കുകൾ ഏറെയുണ്ട്, ചരക്കുകൾ ധാരാളം, എല്ലാം കടലിലേക്ക് എറിഞ്ഞു കളഞ്ഞു കപ്പലിൻ്റെ ഭാരം കുറയ്ക്കാൻ, അങ്ങനെയെങ്കിലും കപ്പൽ മുങ്ങാതിരിക്കാൻ. പ്രിയപ്പെട്ടവരെ, എല്ലാം ചെയ്തിട്ടും കപ്പലിൻ്റെ ഭാരം കുറച്ചിട്ടും കപ്പൽ ഉറയ്ക്കുന്നില്ല, കപ്പൽ ശരിയായിട്ട് പോകുന്നില്ല. പിന്നെയും ആടി ഉലഞ്ഞ് താഴാൻ തുടങ്ങുന്നു. കൂട്ടക്കരച്ചിലായി, കൂട്ട നിലവിളിയായി. മെഡിറ്ററേനിയൻ കടലിൻ്റെ ആഴത്തിൽ ഈ കപ്പൽ ഇക്കണ്ട യാത്രക്കാരോടൊപ്പം താഴും. വലിയ നാശം വരും. ആരാണ് ഇതിന് ഉത്തരവാദി? എങ്ങനെ ഇത് സംഭവിച്ചു? സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ടുള്ള ഗതിയിൽ ചില ആടി ഉലയുന്ന കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഭാരപ്പെടരുത്, നിരാശപ്പെടരുത്, ഭയപ്പെടരുത്, നിങ്ങൾ സംഭീതരാകരുത്. നിങ്ങൾ ഇരുന്ന് ചിന്തിക്കണം, എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ഭാര്യയ്ക്ക്, എൻ്റെ ഭർത്താവിന്, എൻ്റെ മക്കൾക്ക്, എൻ്റെ മാതാപിതാക്കൾക്ക് ചില പ്രശ്നങ്ങൾ വരുന്നല്ലോ കർത്താവേ. എൻ്റെ ദൈവമേ, എൻ്റെ ജോലിയിൽ ചില പ്രശ്നങ്ങൾ വരുന്നല്ലോ, എൻ്റെ വരുമാനത്തിൽ ചില പ്രശ്നങ്ങൾ വരുന്നല്ലോ. എൻ്റെ കരുണയുള്ള കർത്താവേ, എങ്ങനെ ഇനി മുന്നോട്ട് പോകണം? എനിക്കറിയാൻ വയ്യാതെ ഞാൻ വലയുന്നല്ലോ, ആടി ഉലയുന്നല്ലോ. എൻ്റെ ജീവിത പടക് തകരാൻ തുടങ്ങുന്നല്ലോ, ജീവിതമാകെ വിഷമിക്കുന്നല്ലോ, മുന്നോട്ടൊരു ഗതി കിട്ടുന്നില്ലല്ലോ, കരയേറ്റം കിട്ടാൻ ഞാൻ വലയുന്നല്ലോ, ഞാൻ താണു പോകുന്നല്ലോ, അയ്യോ നിലയില്ല കയത്തിലേക്ക് ഞാൻ താഴുന്നല്ലോ. എൻ്റെ കർത്താവേ, ഞാൻ എങ്ങനെ പിടിച്ചു നിൽക്കും? ഒരു ഗതിയും കിട്ടുന്നില്ലല്ലോ, എല്ലാ വഴിയും അടഞ്ഞു വരുന്നല്ലോ, വാതിലുകളെല്ലാം അടഞ്ഞു വരുന്നല്ലോ. മുമ്പ് സഹായിച്ചവർ എതിരാളികളായി തീർന്നല്ലോ, മുമ്പൊരു നല്ല വാക്ക് പറഞ്ഞവർ ഇന്ന് എന്നെ കാണുമ്പോൾ വഴിമാറിപ്പോകുന്നല്ലോ. എൻ്റെ കർത്താവേ, ആരും തുണയില്ലാതെ ഞാൻ അഴലുന്നല്ലോ, എല്ലാം പ്രതികൂലമാകുന്നുവല്ലോ, സകലവും പ്രതികൂലമാകുന്നുവല്ലോ. ദൈവത്തിന് സ്തോത്രം. സ്നേഹിതരെ, നിങ്ങൾ ആരെല്ലാം യുവാക്കളെ കേൾക്കുന്നവർ, എല്ലാം എനിക്ക് പ്രതികൂലമാണെന്ന് പറഞ്ഞ് മനസ്സ് നൊന്ത് കേഴുന്നവരുണ്ട്. എൻ്റെ കുടുംബം തകർന്നിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞ്, എൻ്റെ ഭാവി ഇരുളടഞ്ഞല്ലോ എന്ന് പറഞ്ഞ്, നാളെയെക്കുറിച്ചുള്ള യാവലാധികളിൽ പെട്ട് ഉള്ളു തകർന്ന് വലഞ്ഞ് ജീവിതമാകെ മുടിഞ്ഞു പോയല്ലോ എന്നോർത്ത് എല്ലാ വിധത്തിലും നിരാശപ്പെട്ട് മരിച്ചാൽ മതി എന്നോർക്കുന്നവർ ആരെല്ലാം യുവാക്കളെ കേൾക്കുന്നുണ്ട്? നിങ്ങളോട് പറയട്ടെ, ദൈവത്തിന് സ്തോത്രം. ജീവനുള്ള ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദൈവം നിന്നെ സ്നേഹിക്കുന്നു, നിനക്ക് ഒരു പോംവഴി ദൈവം കാണുന്നുണ്ട്. നിനക്ക് വേണ്ടി ദൈവം ഇപ്പോഴേ തന്നെ കടലിൻ്റെ ആഴത്തിൽ ഒരു മഹാമത്സ്യത്തെ നിയമിച്ച് കഴിഞ്ഞിരിക്കുന്നു. നിന്നെ വിഴുങ്ങാൻ, നിന്നെ എത്തേണ്ടടുത്ത് എത്തിക്കാൻ ഒരു മഹാമത്സ്യത്തെ ദൈവം നിയമിച്ച് കഴിഞ്ഞിരിക്കുന്നു. മഹാമത്സ്യം വായിവിടന്ന് നിൽക്കുകയാണ്. എപ്പോഴാണ് ഈ കടാച്ചരക്ക് വന്ന് വീഴുന്നത്? ഉൾക്കൊള്ളാൻ തയ്യാറായി മഹാമത്സ്യം ആഴിയുടെ അഗാധതയിൽ നിൽക്കുകയാണ്. സഹോദരങ്ങളെ, നിങ്ങളെ വിഴുങ്ങാൻ പരിശുദ്ധാത്മാവിതാ കാത്തു നിൽക്കുകയാണ്. നിങ്ങളെ ഉൾക്കൊള്ളാൻ, നിങ്ങളെത്ര കടാച്ചരക്കാണെങ്കിലും, നിങ്ങളെത്ര വൃത്തികെട്ട ജീവിതമുള്ളവനാണെങ്കിലും, എത്ര മോശമായ ജീവിത സാഹചര്യങ്ങളിൽ കഴിയുന്നവളാണെങ്കിലും, മകനെ മകളെ, നിന്നെ വിഴുങ്ങാൻ പരിശുദ്ധാത്മാവിതാ വായു വിളർന്ന് നിൽക്കുകയാണ്. വായു വിളർന്ന് നിൽക്കുകയാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളെ തന്നെ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. താഴെ അഗാധതയിലാണ് നിൽക്കുന്നത്, ആഴിയുടെ അടിത്തട്ടിലാണ് നിൽക്കുന്നത്. വായു വിളർന്ന് ഈ തിമിംഗലം നിൽക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഈ തിമിംഗലത്തിൻ്റെ വയറ്റിൽ ഓക്സിജൻ ബ്ലാഡറുണ്ട്. ആർക്കറിയാം? ഉടയമ്പൻ അറിയാം.
ദൈവത്തിന് സ്തോത്രം. ഈ ഒരു മനുഷ്യൻ അതിനകത്ത് ചെന്നാലും ആ മനുഷ്യന് ശ്വാസോച്ഛ്വാസം ചെയ്യുന്നതിന് അതിനാവശ്യമുള്ള ഓക്സിജൻ കൊടുക്കാനുള്ളതായ ഓക്സിജൻ ബ്ലാഡർ കരുതിയിട്ടുള്ള ഒരു ആമാശയത്തിൽ ഓക്സിജൻ ബ്ലാഡറുള്ള ഒരു തിമിംഗലം. എന്താണ് ഈ പറയുന്നത്? ഇത് നമുക്ക് മനസ്സിലാകാത്ത കാര്യമല്ലേ സഹോദരങ്ങളെ? ഈ തിമിംഗലം അവിടെ കാത്തു നിൽക്കുകയാണ്. എല്ലാ പ്രൊവിഷൻസും ഉണ്ട്, എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മകളെ, നിനക്ക് വേണ്ടി എല്ലാം കരുതിയിട്ടുണ്ട്. നീ പറയും എല്ലാം തീർന്നു എന്ന്. മോളെ, തീർന്നില്ല, തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. എൻ്റെ ദൈവത്തിന് സ്തോത്രം. മകനെ, നീ പറയും തീർന്നു എന്ന്. ഇനി കരയേറ്റമില്ല. എൻ്റെ ചാപ്റ്റർ ക്ലോസ് ചെയ്തു, എൻ്റെ ജീവിതത്തിൻ്റെ ചാപ്റ്റർ ക്ലോസ് ചെയ്തു. അതെല്ലാം തീർന്ന് അടഞ്ഞ അധ്യായമല്ലേ. ഇനിയുണ്ടോ എനിക്കൊരു കരയേറ്റം? എൻ്റെ ദൈവത്തിന് സ്തോത്രം. കുഞ്ഞെ, പറഞ്ഞു തരാം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. നിൻ്റെ ജീവിതം തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അനുഗ്രഹത്തിൻ്റെ പാത തുറന്നു തരാൻ പോവുകയാണ്. നല്ല കാലം വരാൻ പോവുകയാണ്. സമാധാനകാലം വരാൻ പോവുകയാണ്. ക്ഷേമവും ഐശ്വര്യവും കൈവരാൻ പോവുകയാണ്. നിനക്ക് ഉയർച്ച വരാൻ പോവുകയാണ്. നീ വീണ്ടും അഭിവൃദ്ധി പ്രാപിക്കും. ദൈവത്തിന് സ്തോത്രം. വചനം അങ്ങനെയാണ് പറയുന്നത്. നീ വീണ്ടും അഭിവൃദ്ധി പ്രാപിക്കും. യഹോവയെങ്കിലേക്ക് തിരിഞ്ഞാൽ നീ വീണ്ടും അഭിവൃദ്ധി പ്രാപിക്കും. ദൈവത്തിങ്കിലേക്ക് തിരിയുക. ദൈവവൈതലേ, നീ ഇപ്പോൾ തിരിയുക. നിന്റെ തെറ്റുകളെ നീ കണ്ടുപിടിക്കുക. നിന്റെ പാപത്തെ നീ കണ്ടുപിടിക്കുക. നിന്റെ അനർത്ഥത്തെക്കുറിച്ച് നീ അനുദപിക്കുക. തെറ്റ് പറ്റിയല്ലോ എന്നോർത്ത് നീ അനുദപിക്കുക. യോനായ്ക്ക് അനുതാപം വന്നു. യോന കരയുകയാണ്. യോന പറയുകയാണ്, എൻ്റെ നിമിത്തം ഈ വലിയ ഗോൾ നിങ്ങൾക്ക് തട്ടിയിരിക്കുന്നെന്ന് ഞാൻ അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. 1-ാം അധ്യായം 12-ാം വാക്യം വായിക്കാം. യോന കരയുകയാണ്. യോനയ്ക്ക് കാര്യം മനസ്സിലായി. ഞാനാണ് കുറ്റവാളി. എൻ്റെ നിമിത്തം ഈ വലിയ ഗോൾ നിങ്ങൾക്ക് തട്ടിയിരിക്കുന്നെന്ന് ഞാൻ കാണുന്നു. വായിക്കാം. അവൻ അവരോട്, എന്നെ എടുത്ത് സമുദ്രത്തിലിട്ട് കളവീൻ, അപ്പോൾ സമുദ്രമടങ്ങും. എൻ്റെ നിമിത്തം ഈ വലിയ ഗോൾ നിങ്ങൾക്ക് തട്ടിയിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നുവെന്ന് പറഞ്ഞു. എൻ്റെ നിമിത്തം ഞാനാണ് കുറ്റവാളി. ഞാൻ കാരണമാണ് നിങ്ങൾക്കൊക്കെ ഈ പ്രയാസം വന്നത്. നിങ്ങളുടെ സമ്പത്തിന് നഷ്ടം വന്നു, നിങ്ങളുടെ ജീവനും കേടുവന്നിരിക്കുന്നു. നിങ്ങളെല്ലാം പരിഭ്രമിക്കാൻ കാരണം ഞാനാണ്. എന്നെ ഞാൻ കളഞ്ഞാൽ മതി. ആഴത്തിൽ ഞാൻ അടിത്തട്ടിൽ കിടന്നുറങ്ങുന്ന എന്നെ എടുത്ത് ആ വെള്ളത്തിലേക്ക് അങ്ങ് ഇട്ടേരെ. എന്നെ എടുത്ത് കളഞ്ഞാൽ മതി. എന്നാൽ പിന്നെ നിങ്ങൾക്ക് സ്വസ്ഥത കിട്ടും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്താണ് ഇതിൻ്റെ അർത്ഥം? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഞാൻ എൻ്റെ എളിമയിലൊന്ന് പറഞ്ഞോട്ടെ. നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ ചില യോനാമാരുണ്ട്. അതിനെടുത്ത് പുറത്തേക്ക് കളഞ്ഞാൽ സ്വസ്ഥത കിട്ടും. ദൈവത്തിന് സ്തോത്രം. ഈ ആഴത്തിൽ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന ചില യോനാമാരുണ്ട്. മറച്ചു വെച്ചിരിക്കുകയാണ്, മറഞ്ഞിരിക്കുകയാണ്. അത് നിങ്ങൾ തന്നെ സ്വയം മനഃപൂർവ്വം മറച്ചു വെച്ചിരിക്കുന്നത് കൊണ്ട്, മനഃപൂർവ്വം അങ്ങനെയൊന്നും ഇല്ല എന്ന് സ്വയം സമാധാനപ്പെടുത്തിയിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. സ്നേഹിതരെ, നിങ്ങളുടെ ഉള്ളിലുള്ള യോനായെ എടുത്ത് കളയാൻ നിങ്ങൾ തയ്യാറാകണം. യോനായെ എടുത്ത് കളയുക. അതിന് സംശയിക്കേണ്ട. അടിത്തട്ടിൽ മറഞ്ഞു കിടക്കുന്ന യോനായെ പൊക്കിയെടുത്ത് എറിഞ്ഞു കളഞ്ഞല്ലാതെ ഈ കപ്പലിന് സ്വസ്ഥത കിട്ടുകയില്ല. കപ്പലിലുള്ളവർക്ക് സ്വസ്ഥത കിട്ടുകയില്ല. മകനെ, നിന്റെ ജീവിതത്തിലുള്ളതായ ചില പാപങ്ങളെ ഇനിയും മാറ്റേണ്ടിയിരിക്കുന്നു. ഇനിയും മറഞ്ഞു കിടക്കുന്ന പാപങ്ങളുണ്ട്, രഹസ്യ പാപങ്ങളുണ്ട്. ഇനിയും നീ താലോലിക്കുന്ന ചില മധുരമായതിൻ്റെ ചില കാര്യങ്ങളുണ്ട്. നിനക്ക് വിട്ടുകളയാൻ സാധിക്കുന്നില്ല. ചില മാധുര്യങ്ങളുണ്ട് അതിൽ, ചില താല്പര്യങ്ങളുണ്ട് അതിൽ, ചില അഭിനിവേശങ്ങൾ അതിലേക്കുണ്ട്. അത് വിടാൻ നിനക്ക് മനസ്സ് വരുന്നില്ല. അത് നീ വിടാതെ സ്വസ്ഥത കിട്ടുകയില്ല. കുഞ്ഞേ, പറഞ്ഞു തരാം. സ്വസ്ഥത കിട്ടണമെങ്കിൽ, നിന്റെ കുടുംബം സമാധാനമാകണമെങ്കിൽ, നിന്റെ ഭാര്യയ്ക്ക് ഒരു സ്വസ്ഥത കിട്ടണമെങ്കിൽ, നിന്റെ ഭർത്താവിന് സമാധാനം കിട്ടണമെങ്കിൽ, നിന്റെ കുഞ്ഞുങ്ങൾക്ക് ഐശ്വര്യം കിട്ടണമെങ്കിൽ ഈ പാപത്തെ നീ എറിഞ്ഞു കളയുക. ആഴത്തിൽ മറിഞ്ഞു കിടക്കുന്ന പാപമുണ്ട്, അടിത്തട്ടിൽ മറിഞ്ഞു കിടക്കുന്ന പാപമുണ്ട്, അടിത്തട്ടിൽ കിടന്ന് ഉറങ്ങുന്ന പാപമുണ്ട്. യോന കപ്പലിൻ്റെ അടിത്തട്ടിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു. അടിത്തട്ടിൽ ഉറങ്ങിക്കിടക്കുന്ന പാപത്തെ പൊക്കിയെടുക്കുക. മയങ്ങിക്കിടക്കുന്ന പാപത്തെ പൊക്കിയെടുക്കുക. മയക്കിയിട്ടിരിക്കുന്ന പാപത്തെ പൊക്കിയെടുക്കുക. അതിനെടുത്ത് എറിഞ്ഞു കളയുക. കളഞ്ഞാൽ എൻ്റെ ദൈവമേ, സ്വീകരിക്കാൻ എൻ്റെ യേശുവിൻ്റെ ആത്മാവുണ്ട്. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവ് ഇങ്ങനെ വായി വളർന്നു നിൽക്കുകയാണ്. അത് നമുക്ക് വായിക്കാം. 1-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം വായിക്കാം. യോനയെ വിഴുങ്ങേണ്ടതിന് യഹോവ ഒരു മഹാമത്സ്യത്തെ കൽപ്പിച്ചാക്കിയിരുന്നു. എൻ്റെ ദൈവമേ, വിഴുങ്ങാൻ മഹാമത്സ്യത്തെ ദൈവം കൽപ്പിച്ചാക്കി. മഹാമത്സ്യം, കൊടുങ്കാറ്റ്, മഹാമത്സ്യം. അതെ എൻ്റെ സഹോദരങ്ങളെ, മഹാമത്സ്യത്തെ കൽപ്പിച്ചാക്കിയിട്ടുണ്ട് നിങ്ങളെല്ലാവരെയും വിഴുങ്ങാനായിട്ട്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഈ മഹാമത്സ്യം 17-ാമത്തെ വയസ്സിൽ എന്നെ വിഴുങ്ങി. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ദൈവമേ, ഈ മഹാമത്സ്യം വിഴുങ്ങിക്കഴിഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ മഹാമത്സ്യത്തിന് വളരെ വെപ്രാളമുണ്ടായി. എനിക്കറിയാം. കാരണം യോനായുടെ കാര്യം ഞാൻ പഠിക്കുമ്പോൾ അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മഹാമത്സ്യത്തിൻ്റെ ഇരിക്കപ്പുറത്തി മുട്ടിപ്പോയി. മഹാമത്സ്യം ഓടാൻ തുടങ്ങി. അതിൻ്റെ ഉള്ളിൽ കടാച്ചര കിട്ടിയിരിക്കുകയല്ലേ. കപ്പലിൻ്റെ ഉള്ളിൽ യോന ചെന്നപ്പോൾ കപ്പലിന് കേട്. മഹാമത്സ്യത്തിൻ്റെ ഉള്ളിൽ യോന ചെന്നപ്പോൾ മഹാമത്സ്യത്തിന് നിൽക്കാൻ സാധിക്കുന്നില്ല, ഒന്ന് വിശ്രമിക്കാൻ പറ്റുന്നില്ല. ഓട്ടം തുടങ്ങി. 5000-ലേറെ മൈൽ 3 ദിവസം കൊണ്ട് ഈ മഹാമത്സ്യം ഓടിത്തീർത്തു. അത് അടുത്ത പ്രാവശ്യം പറയാം.
എൻ്റെ കർത്താവിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സഹോദരങ്ങളെ, നിങ്ങൾ മൂലം ഇത്രയും കാലം ഈ മഹാമത്സ്യത്തിന് ചില പയവേദനകൾ ഉണ്ടായിട്ടുണ്ട്. പരിശുദ്ധാത്മാവിന് ദുഃഖം ഉണ്ടായിട്ടുണ്ട്. പരിശുദ്ധാത്മാവിനെ കെടുത്തിയിട്ടുണ്ട്. പരിശുദ്ധാത്മാവിനെ നിങ്ങൾ തുച്ഛീകരിച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ദുഃഖിപ്പിച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവിന് ഇനിയും കരയിപ്പിക്കല്ലേ, ഇനിയും കരയിപ്പിക്കല്ലേ. ദൈവത്തിന് സ്തോത്രം. ഇനിയും പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കല്ലേ. മഹാമത്സ്യം നിങ്ങളെ വിഴുങ്ങാൻ ഇന്ന് കാത്തു നിൽക്കുന്നത് നിങ്ങൾ കാണുക. നിങ്ങളെ തന്നെ വിനയപ്പെടുത്തി ചാടുക. എന്നെ എടുത്തെറിഞ്ഞ് കളവീൻ നിങ്ങൾ പറയുക. നിങ്ങളെ വിഴുങ്ങാൻ കാത്തു നിൽക്കുന്ന മഹാമത്സ്യത്തിൻ്റെ വായിലേക്ക് നിങ്ങൾ ചാടിക്കൊള്ളുക. ദൈവത്തിന് സ്തോത്രം. ശൂന്യതയിലേക്കല്ല മോനെ ചാടുന്നത്. മഹാസമുദ്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് നീ ചാടുമ്പോൾ തീർന്നു എന്നാണ് നിൻ്റെ വിചാരം. ഇല്ല, തീർന്നില്ല. നിന്നെ ഉൾക്കൊള്ളാൻ പോവുകയാണ്, നിന്നെ സ്വീകരിക്കാൻ പോവുകയാണ്, നിന്നെ വഹിക്കാൻ പോവുകയാണ്, നിന്നെ ചുമക്കാൻ പോവുകയാണ്. മഹാമത്സ്യം നിന്നെ പേരിക്കൊണ്ട് ഓടാൻ പോവുകയാണ്. ഇനിയുള്ള കാലങ്ങൾ മഹാമത്സ്യത്തിൻ്റെ ഉദരത്തിൻ്റെ ഗഹ്വരത്തിൽ നീ സുഖമായി കഴിയാൻ പോവുകയാണ്. നീ ഇനിയുള്ള കാലങ്ങൾ ഈ മഹാമത്സ്യത്തോട് ചേർന്ന് നീ ആശ്വാസകാലങ്ങൾ നിൻ്റെ ജീവിതത്തിൽ നേടാൻ പോവുകയാണ്. ഇനി അനുഗ്രഹം നിങ്ങൾ ലഭിക്കാൻ പോവുകയാണ്. താഴുവീൻ ദൈവജനമേ, ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുവീൻ. പരിശുദ്ധാത്മാവിനെ കീഴ്പ്പെടുവീൻ. പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ. ക്രിസ്തുവിനോട് വാക്ക് പറയുവീൻ. എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ച രക്ഷക, മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന രക്ഷക, എൻ്റെ ജീവിതം എൻ്റെ കരങ്ങളിലേക്ക് ഞാൻ തരുന്നു. എന്നെ നിനക്ക് ഞാൻ ഏൽപ്പിച്ചു തരികയാണ്. ഇത്രയും കാലം എൻ്റെ സ്വയത്തിൽ ആശ്രയിച്ച് ഞാൻ ജീവിച്ചു പോയി. ഇന്നിതാ ഞാൻ എന്നെ തന്നെ നിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. എന്നെ കൈക്കൊള്ളണമേ, എന്നെ സ്വീകരിക്കണമേ, എന്നെ ഉൾക്കൊള്ളണമേ, എന്നെ വഹിക്കണമേ, എന്നെ ചുമക്കണമേ, എന്നെ നയിക്കണമേ, എന്നെ നിയന്ത്രിക്കണമേ, എന്നെ ഭരിക്കണമേ, എന്നോടുകൂടെ ഇരിക്കണമേ. നിങ്ങൾ പ്രാർത്ഥിപ്പീൻ. നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനേ, വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എൻ്റെ നാഥ, തങ്ങളെ തന്നെ കാണുവാനും ശുദ്ധീകരണം അനുഭവിപ്പാനും എല്ലാവർക്കും ഭാഗ്യം നൽകണമേ. അവിടുത്തെ കൃപയിൽ എല്ലാവരെയും പൊതിയണമേ. ബാധകൾ മാറ്റണമേ, ശാപങ്ങൾ മാറ്റണമേ, ദുരിതങ്ങൾ അകറ്റണമേ, രോഗങ്ങൾ ശമിപ്പിക്കണമേ, സൗഖ്യം നൽകണമേ, അനുഗ്രഹിക്കണമേ, ഐശ്വര്യകരമായ നല്ല ഭാവിയിലേക്ക് നയിക്കണമേ. എല്ലാവരെയും വാഴ്ത്തണമേ. യേശുക്രിസ്തുവിൻ്റെ ജയകരമായ നാമത്തിൽ തന്നെ. ആമീൻ.